ഇനി നമ്മൾ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അയ്യേ, അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? നല്ലപോലെ തോറ്റു ഇല്ലേ? ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കലോ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഇല്ല, തോറ്റു. അപ്പൊ ഇനി നമ്മൾ എന്താ വേണ്ടേ? ഓട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദിപ്പിക്ക് വലിയ ക്ഷീണായി പോയി. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരണം. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആളുകൾ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, കത്ത് എഴുതിയിട്ടുണ്ട്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ ഇനി ആ വഴിക്ക് ചിന്തിക്കണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. എല്ലാം ശരിയാക്കാൻ ഞാനുണ്ടല്ലോ. 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല. തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. മറ്റ് വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പൂർണ്ണമായിട്ടായിട്ടില്ല. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. അധ്യാപകർക്കുള്ള ജീവനക്കാർക്കുള്ള DA പൂർണ്ണമായി കൊടുത്തില്ല. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട്. ഓ, നീ തന്നെയാണോ ഈ പറയുന്നത്? ഇത്ര വിവരം വെക്കാൻ നിനക്ക് ഇത്രയും വയസ്സാകണമായിരുന്നോ? അംഗൻവാടി, ആശാ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനായിട്ടില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇതെല്ലാം മാറണം. മുൻഗണന നിശ്ചയിക്കണം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ മംഗളങ്ങളും നേരിടും.